പ്രൈസ് ലോർഡ്. ഗോഡീസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 47ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗമുള്ള ദേവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ മെസ്സേജിനായി നമ്മുടെ ഇടയിൽ നമ്മൾ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ എബ്രഹാം വർഗീസ് ആണ്. അമേരിക്കയിൽ അല്ലാൻഡിൽ നിന്നുമാണ് പ്രിയ ദേവദാസൻ കടന്നു വന്നിട്ടുള്ളത്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ പ്രൊഫഷണലി ഒരു കൗൺസിലറാണ്. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ജോർജിയ എന്നിവിടങ്ങളിൽ ദൈവസഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുവാൻ പ്രിയ ദേവദാസിനെ കുടുംബമായി കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിലെ നാഷണൽ എഡ്യൂക്കേഷൻ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡ് ഫെലോഷിപ്പ് എന്നറിയപ്പെടുന്ന ആ ഒരു ഫെലോഷിപ്പ് ആദ്യമായി ആരംഭിച്ചത് പ്രിയ ദേവദാസനാണ്. പ്രിയ ദേവദാസൻ ഞങ്ങളുടെ ഇളയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡീസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഇന്നത്തെ മെസ്സേജിലേക്ക് പ്രിയ ദേവദാസിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ മെസ്സേജ് ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. കർത്താവിന്റെ ശ്രേഷ്ഠ ദാസന്മാർക്കും വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുകുട്ടികൾക്കും വേഗമരുന്നവനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇപ്രകാരം ഈ 47ാമത് ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് അതിന് ദൈവവചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം എന്നോട് ആവശ്യപ്പെട്ടതായ സിസ്റ്റർ സിജിയോടും ഇതിൻ്റെ ഈ പ്രവർത്തകരോടും ഞങ്ങളുടെ നന്ദിയെയും ഈ സമയം ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രിയ സഹോദരി സിജി പറഞ്ഞതുപോലെ എൻ്റെ വൈഫ് ലീലാമ്മ വർഗീസ് എൻ്റെ അടുത്തുണ്ട്. അതുപോലെ എൻ്റെ സിസ്റ്ററും എൻ്റെ ബ്രദറിൻലോയും അവർ നാട്ടിലായിരിക്കുന്നു. അവർ ചില ദിവസങ്ങൾക്ക് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവർ ഈ ദൈവവചനം കേൾക്കുന്നുണ്ട്. അവരിവിടെയുണ്ട്. കേൾക്കുന്നതായ എല്ലാവരെയും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവവചനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തിന് സഹായകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ചില പ്രയാസഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ അവരുടെ പ്രയാസഘട്ടങ്ങളിൽ നിന്ന് ദൈവം അവർക്ക് വിടുതൽ നൽകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഗാന ശുശ്രൂഷ നിർവഹിച്ചതായ പ്രിയ വീണ സുബ്രഹ്മണ്യനെയും പൈതലിനെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവരുടെ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വേദപുസ്തകം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാക്യം, പല വാക്യങ്ങളുണ്ടെങ്കിലും ഒരു വാക്യം ഞാൻ ആദ്യമായി പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അത് സദൃശവാക്യങ്ങൾ 24-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അവര് അനർത്ഥത്തിൽ നശിച്ചു പോകും എന്ന് ശലോമോൻ രാജാവ് എഴുതിയിരിക്കുന്നതായ വാക്യത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റ് പല വാക്യങ്ങളും ഇതിനോട് ഒരുമിച്ച് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഞാൻ ഇന്നത്തെ മെസ്സേജിന് ഒരു ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ടൈറ്റിൽ ഇപ്രകാരമായിരിക്കും: ഓവർകമ്മിങ് സർക്കംസ്റ്റാൻസസ് ആൻഡ് അഡ്വേഴ്സിറ്റി. സാഹചര്യങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നത് എങ്ങനെ എന്നുള്ളതായ കാര്യം തിരുവചന വെളിച്ചത്തിൽ നമുക്കൊന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ മലയാള ഭാഷ സാധാരണയായി അധികം പ്രസംഗിക്കാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ചില വാക്കുകൾ മലയാളത്തിൽ ചിലപ്പോൾ പറയുവാൻ തക്കവണ്ണം കഴിഞ്ഞു എന്ന് വരികയില്ല. നിങ്ങളതിനോട് സദയം ക്ഷമിക്കുകയും ചെയ്യുമാറാണ് എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം ഒരു ദൈവ പൈതൽ ആയതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി ഒരിക്കൽ പോലും നമ്മുടെ കഷ്ടങ്ങളിൽ നിന്നോ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നോ നമ്മുടെ ട്രയൽസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഏത് പ്രയാസങ്ങളിൽ നിന്നോ നമുക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഒരിക്കൽ പോലും ലഭിക്കയില്ല. തിരുവചനം നമ്മളോട് പറയുന്നു, നാം പല പ്രാവശ്യം വീഴുവാൻ തക്കോണം ഇടയായിത്തീരും. ഇവിടെ തന്നെയും ശലോമോൻ രാജാവ് പറഞ്ഞത്, നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും,
അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം പലപ്പോഴും നമുക്ക് വീണു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നാൽ നമ്മുടെ വിജയം എന്ന് പറയുന്നത് നാം ഒരിക്കലും വീഴുകയില്ല എന്നുള്ളതിലല്ല നമ്മുടെ വിജയം ആശ്രയിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം നമുക്ക് ആ വീഴ്ചയിൽ കൂടെ അതിൽ നിന്ന് വിജയം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് തരുന്നതായ കൃപയെയും ശക്തിയെയും ഓരോ പ്രാവശ്യം ആ വീഴ്ചയിൽ നിന്ന് ഉയർക്കുവാൻ തക്കവണ്ണം ദൈവം തരുന്നതായ കൃപയും ദൈവികമായ ശക്തിയും ആണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അതിൻ്റെ അവസാനത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളായാലും വീഴ്ചകളായാലും പോരായ്മകളാണെങ്കിലും നമുക്കതിൽ വിജയം പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലവിധത്തിലുള്ളതായ ദുർഘടങ്ങൾ, പ്രയാസഘട്ടങ്ങൾ, പ്രയാസ സമയങ്ങൾ, സാഹചര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞു, നമുക്കതിൽ നിന്നൊക്കെയും നമുക്കതിനെ വിജയം വരിപ്പാൻ കഴിയുമെന്ന് തൻ്റെ ലേഖനത്തിൽ താൻ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ യോഹന്നാന് നല്ലതുപോലെ അറിയാമായിരുന്നു നമ്മളോട് കൂടെയുള്ളതായ നമ്മുടെ കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, നമ്മളെ വീണ്ടെടുത്തവനായ നമ്മുടെ കർത്താവ്, നമുക്ക് പ്രതികൂലങ്ങൾ നാം എന്ത് ഫേസ് ചെയ്യേണ്ടി വന്നാലും, നമ്മൾ എന്ത് പ്രതികൂലങ്ങൾ ആയിരുന്നാൽ തന്നെയും അതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിക്കുവാനും അതിൽ കൂടി കടന്നുപോയി വിജയം പ്രാപിക്കുവാനും നമ്മുടെ കർത്താവ് ശക്തനാകുന്നു, അവൻ മതിയായവനാകുന്നു എന്നുള്ളതായ കാര്യം പ്രിയ അപ്പോസ്തലനായ യോഹന്നാന് നല്ലതുപോലെ അറിയാമായിരുന്നു. ഹിൻഡ്രൻസസ്, പ്രതികൂലങ്ങൾ എപ്പോഴും, ഓബ്സ്റ്റക്കിൾസ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയുവാൻ തക്കവണ്ണം കഴിയില്ല. നാം നനച്ചിരിക്കാത്തതായ നാഴികയിൽ, നനച്ചിരിക്കാത്തതായ സമയത്ത്, അസമയത്ത് പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. എന്നാൽ പ്രതികൂലങ്ങൾ, ഹിൻഡ്രൻസസ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഒരിക്കലും അതിൽ തോൽവി അടയേണ്ടതായ ആവശ്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൽ കൂടെ നാം പൂർണ്ണ ജയാളികൾ ആകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ദ വേ ഗാഡ് മെഷേഴ്സ്, ദൈവം നമ്മുടെ വിജയം അളക്കുന്നത് നമ്മുടെ മാനുഷികമായ അളവുകോൽ കൊണ്ട് അല്ല. ദൈവത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത് വ്യത്യസ്തമായ അളവുകോലാണ്. ദൈവത്തിന് സ്തോത്രം. അവന്റെ അളവുകോൽ എന്ന് പറയുന്നത് മാറ്റമില്ലാത്തതായ ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് അവൻ നമ്മെ അളക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ക്രിസ്തുവിൽ ജയാളികളായി തീരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഓരോ പ്രവൃത്തികളും, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഓരോ ടാസ്കുകളും അത് തരണം ചെയ്യുവാൻ തക്കവണ്ണം, അത് പ്രാവർത്തികമാക്കി തീർക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് ആവശ്യമാർന്ന റിസോഴ്സസ് നമുക്ക് നൽകി തന്ന് അതിന് നമ്മളെ എക്വിപ്പ് ചെയ്യുന്നതായ ഒരു കർത്താവാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത് എന്ന് ഇന്ന് ഈ സമയം നാം ഓർക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആകുന്നുവെങ്കിൽ അവന്റെ ശക്തിയും അവന്റെ കൃപയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് എ ടൈം ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് പകൽക്കാലം നിങ്ങൾ എന്നോട് പറയേണ്ട, നിങ്ങൾ തന്നെ ഇന്ന് ചോദിക്കുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഓരോ ടാലന്റുകളും, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഓരോ വെസൽസും, ആ പാത്രങ്ങളും, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ആത്മീകമായ ജീവിതങ്ങള് അത് നിറഞ്ഞിട്ട് പുറത്തേക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ പൂർണ്ണമായ ആ ശക്തിയും അവന്റെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, വി ആർ ദ ഹാൻഡി വർക്ക്. നാം ദൈവത്തിന്റെ കരപ്പണികളാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. വി ആർ ദ വർക്ക്മാൻഷിപ്പ് ഓഫ് ഗാഡ്. ദൈവത്തിന് സ്തോത്രം. നാം
ക്രിസ്തുവിൽ നമ്മളെ അവന്റെ നല്ല പ്രവൃത്തിക്കായി നമ്മെ അവൻ ഒരുക്കിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇപ്രകാരം തോന്നി നോക്കാൻ, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരു പ്രയാസം കൂടെ തരണം ചെയ്യണമോ? ഞാൻ എത്രയോ പ്രയാസങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ തരണം ചെയ്തു. സഹിക്കുവാൻ കഴിയാത്തതായ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ തരണം ചെയ്തു. ഇനിയും ഞാൻ ഒരു പ്രശ്നം കൂടെ തരണം ചെയ്യണമോ? ഞാനൊരു ദൈവ പൈതലല്ലേ എന്നൊക്കെ നാം ഒരുപക്ഷെ ചോദിച്ചേക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചലഞ്ചിങ് മോമെന്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് വന്നേക്കാം. സന്തോഷത്തിന്റെ അനുഭവങ്ങൾ, നിരാശയുടെ അനുഭവങ്ങൾ, ദുഃഖത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് വന്നേക്കാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ അവസ്ഥയിലും ദൈവത്തിന്റെ കൃപ, അപ്പോസ്തലനായ പൗലോസ് 3 വട്ടം എൻ്റെ ജീവിതത്തിലുള്ളതായ ബലഹീനത നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ശബ്ദം ഇപ്രകാരം പൗലോസിന്റെ കാതുകളിൽ കേൾക്കുവാൻ ഇടയായി തീർന്നു: എൻ്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ദൈവത്തിന് സ്തോത്രം. പൗലോസേ, നീ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നെങ്കിലും, എനിക്ക് വേണ്ടി നീ പോരാടുന്നുവെങ്കിലും, നീ അനേക സ്ഥലങ്ങളിൽ പോയി ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നുവെങ്കിലും, നിന്റെ ജഡത്തിലുള്ളതായ ശൂലം അത് ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്നു. അതിൽ കൂടി കടന്നു പോകുവാൻ എൻ്റെ കൃപ മാത്രം നിനക്ക് മതി. പൗലോസിന് ആ ഒരു വാക്കു മാത്രം പൗലോസിന് മതിയായിരുന്നു. കാരണം എൻ്റെ ദൈവമാണ് എന്നോട് പറഞ്ഞത്, ആ ദൈവത്തിന്റെ കൃപ മാത്രം എനിക്ക് മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യം ചോദിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രതിസന്ധികളിൽ, നിങ്ങളുടെ കഷ്ടങ്ങളിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ആവശ്യമായ ദൈവികമായ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളോട് തന്നെ ചോദിക്കുക. ഹൗ ഗ്രേറ്റ് ഈസ് ദ ഗ്രേറ്റ്? നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ കൃപ, അതിന്റെ അളവ് എപ്രകാരമായിരിക്കുന്നു എന്ന് നിങ്ങളോട് തന്നെ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ സന്ധ്യാസമയം ഒന്ന് ചോദിച്ചു നോക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ഇങ്ങനെയുള്ളതായ പ്രതിസന്ധികളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇപ്രകാരം പറഞ്ഞു പോകാറുണ്ട്. ഈ പ്രതിസന്ധികളെ നമ്മൾ പ്രത്യേകിച്ച് ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ തക്കോണം കഴിയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ളതായ ഒരു വിൽഡർനെസ്, മരുഭൂമിയുടെ അവസ്ഥ എന്നാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയുവാൻ തക്കോണം കഴിയുന്നത്. മരുഭൂമിയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? നമ്മൾ അങ്ങനെ പലവിധത്തിലുള്ളതായ മരുഭൂമിയുടെ അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാരൻ പ്ലേസ്, ഒന്നുമില്ലാതെ മരുഭൂമിയിൽ, പ്രത്യേകിച്ച് കുവൈറ്റില് അല്ലെങ്കിൽ സൗദി അറേബ്യയിലൊക്കെയും ജോലി ചെയ്യുന്ന മണലാരണ്യത്തിൽ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു ഗ്രാസ് പോലും കിളിക്കാത്തതായ സ്ഥലങ്ങളൊക്കെ അങ്ങനെ ബാരനായിട്ട് വരണ്ട് മുരടിച്ച് വെള്ളമില്ലാതെ ഉണങ്ങിക്കിടക്കുന്നതായ അവസ്ഥ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയുമല്ലോ. അതുപോലുള്ളതായ ആത്മീയമായ വരൾച്ച, മരുഭൂമിയുടെ അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് ഈ ആത്മീയമായ വരൾച്ച, മരുഭൂമിയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നോക്കുമ്പോൾ ദൈവത്തിന്റെ സാമീപ്യം നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ല. ദൈവം നമ്മോട് അകന്നു നിൽക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അടുത്തുമില്ല. ഹീസ് ഡിസ്റ്റന്റ്, അവൻ ആബ്സെന്റ് ആയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും. ദൈവത്തിന് സ്തോത്രം. അവർ സംഘടനക്കാർ ഇപ്പോഴാണ് പറയുന്നുണ്ട്, ദൈവമേ, നിന്റെ ചെവി ചായ്ച്ച് എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് സംഘടനക്കാരൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം കഴിയും. പലപ്പോഴും നാം ചോദിക്കുന്നത്, ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ? എന്റെ പ്രാർത്ഥന ദൈവസേനയിൽ വരുന്നില്ലയോ എന്നൊക്കെ ഒരുപക്ഷെ നാം ചോദിച്ചേക്കാം. ഞാൻ എത്രയോ വർഷങ്ങളായി ഈ ആവശ്യത്തിന് വേണ്ടി തിരുമേനിയുടെ കർത്താവേ, നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതായ കാര്യവും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരുന്നിരിക്കാം. നാം ദൈവത്തോട് ചോദിച്ചിരുന്നിരിക്കാം. ദൈവത്തിന് സ്തോത്രം. നാം പലപ്പോഴും ഫലമില്ലാത്തതായ അവസ്ഥ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഫലമില്ലാത്തതായ അവസ്ഥ, ഫ്രൂട്ട്ലെസ്നെസ് ഇല്ലാത്തതായ അവസ്ഥ നമ്മുടെ ജീവിതത്തിലില്ലേ? ദൈവത്തിന് സ്തോത്രം. ഡൗട്ട്ഫുൾ, സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? അൺസർട്ടനിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. ഹോപ്പ്ലെസ്നെസ്, നിരാശ വന്നിട്ടില്ലേ? ഫിയർ, ഭയം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? അങ്ങനെ അനേക കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ളതായ സാഹചര്യത്തിലാണ് സാത്താൻ അവിടെ അഭയം തേടുന്നത്. കാരണം സാത്താൻ ആ കാര്യം വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഭയം, നിരാശ,
പ്രതിസന്ധി, ദൈവം അകന്നിരിക്കുന്നതായ കാര്യം, ഇതൊക്കെ ആകുമ്പോൾ സാത്താൻ അറിയാം, ഓ ദിസ് ഇസ് ദ ബെറ്റർ പ്ലേസ് ഫോർ മീ, ഇതെനിക്ക് ഇവിടെ ചെന്ന് അഭയം തേടുവാൻ തക്കോണം കഴിയുന്നതായ ഒരു സ്ഥലമാണെന്ന് സാത്താൻ തന്നെ അവൻ തന്നെ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ പ്രിയ ശശി സഹോദരി പറഞ്ഞല്ലോ, ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നതായ ഒരു വ്യക്തിയാണ്, പ്രൊഫഷണൽ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അനേക ജീവിതങ്ങൾ നിരാശ, എന്റെ മാതാക്കൾ എന്നെ സേവിക്കുന്നില്ല, എന്റെ മാതാപിതാക്കന്മാർ എന്നോട് സ്നേഹമില്ല, എന്നെ സ്നേഹിക്കുന്ന ആരുമില്ല, അങ്ങനെ പറഞ്ഞവര് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പുറകെ പോയിട്ട് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നതായ കേവലം 9 വയസ്സ് മുതൽ മേൽപോട്ടുള്ളതായ അനേകം പേരെ എനിക്ക് കാണുവാൻ തക്കോണം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരോട് സത്യസുവിശേഷം പറയുവാനായിട്ടും അവരോട് അവരുടെ ആ നിരാശയുടെ അടിമത്തത്തിൽ നിന്ന് അവരെ ഉയർത്തുവാനും തക്കോണം കർത്താവ് പല സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഡിസപ്പോയിന്റ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നിരാശ എന്ന് പറയുന്നത് നാം പറയുന്നതായ കാര്യങ്ങൾ മറ്റൊരു വ്യക്തി എടുത്തില്ല എങ്കിൽ, നാം പറയുന്നതായ കാര്യങ്ങൾ മറ്റൊരു വ്യക്തിക്ക് ഇഷ്ടമല്ല എന്ന് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് നമ്മളോട് കാണിക്കുമ്പോൾ, when you roll your eyes and when you show the facial expressions, നമ്മുടെ ജീവിതത്തിൽ നിരാശ വന്നിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജോലി കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആ റിവാർഡ്സ് ലഭിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഡിസപ്പോയിന്റ്മെന്റ് വന്നിട്ടില്ലേ? നിങ്ങൾക്ക് വേറൊരു വ്യക്തി നിങ്ങളെക്കുറിച്ച് തെറ്റായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിരാശ വന്നിട്ടില്ലേ? നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പ്രൊമോഷൻ അത് മാറ്റി മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിരാശ വന്നിട്ടില്ലേ? എന്നാൽ ഈ നിരാശയുടെ സമയത്തും ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മോട് പറയുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ പിന്നെയും എഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. എന്റെ കൃപ നിനക്ക് മതി. ദൈവത്തിന് സ്തോത്രം. നാം വിജയാളികളാകുവാനായിട്ട്, ഓവർകമേഴ്സ് ആകുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന് സ്തോത്രം. നാം എല്ലാവരും ഈ ലോകത്തെ ജയിക്കേണ്ടവരാണ്. കാരണം നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം ലോകത്തെ ജയിക്കുന്നു എന്ന് അവിടെ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. Who is he that overcometh the world? ആരാണ് ഈ ലോകത്തെ ജയിക്കുന്നവര്? ദൈവത്തിന് സ്തോത്രം. അത് നാളെ നോക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾക്ക് ഈ ലോകത്തെ ജയിക്കുവാൻ തക്കവണ്ണം കഴിയും. കാരണം യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, നമ്മോട് കൂടെ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ the one who is in us is greater than that he is in the world. ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം ജയാളികളായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ശത്രു നമ്മളോട് പറഞ്ഞേക്കാം, അവന് നമ്മുടെ ആർഗ്യുമെന്റിൽ ശത്രുവിന് ഒരുപക്ഷെ നമ്മളോട് അവന്റെ ഉത്തരം പറയുവാൻ തക്കോണം കഴിഞ്ഞു എന്ന് വന്നേക്കാം. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ക്രിസ്തു നമ്മളോട് സംസാരിക്കുന്നതായ കാര്യങ്ങൾ അത് സാത്താന് അതിന് ഒരു ഉത്തരവും പറയുവാൻ തക്കോണം കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പലപ്പോഴും ചോദിച്ചേക്കാം, ദൈവമേ, ഞാനൊരു ദൈവപൈതലായിരിക്കുന്നു, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നു? Why good things or why bad things happen to Christian? Why bad things happen to good people? എന്തുകൊണ്ട് നല്ല മനുഷ്യർക്ക് ഇങ്ങനെയുള്ളതായ ബാഡ് എക്സ്പീരിയൻസസ് ഒക്കെ വരുന്നുവെന്ന് ഒരു പക്ഷേ നമുക്ക് ചോദിക്കുവാൻ തക്കോണം ഇടയായി തീർന്നേക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മൾ ഒറ്റയ്ക്കല്ല. വി ആർ നോട്ട് അലോൺ. നമ്മളോട് കൂടെ ഉള്ളത് ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പ്രകാരം നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ഒറ്റയ്ക്കല്ല. വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ നാം നോക്കുമ്പോൾ കഷ്ടം അനുഭവിച്ചവരില്ലേ? ആ കഷ്ടം അനുഭവിച്ചവരുടെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയോ? ഇല്ല, പുറകോട്ട് പോയില്ല. അവര് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. യഹൂദാ ഗോത്രത്തിന്റെ ചരിത്രത്തിൽ ദാവീദ് രാജാവിന്റെയും ശലോമോൻ രാജാവിന്റെയും ശേഷം 3 നല്ല രാജാക്കന്മാർ യഹൂദ ഗോത്രത്തിന് അല്ലെങ്കിൽ യഹൂദയ്ക്കുണ്ടായിരുന്നു. യഹോശാഫത്ത് എന്ന് പറയുന്നതായ ഒരു രാജാവ് യഹോവയ്ക്ക് പ്രസാദം ചെയ്തതായ ഒരു രാജാവായിരുന്നു. എന്നാൽ ആഹാബുമായി അവൻ സംബന്ധം കൂടി. ആഹാബുമായിട്ട് അവൻ യുദ്ധത്തിന് പോയി. ആഹാബ് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം ആഹാബിനോട് എന്ത് പറഞ്ഞു? ഇങ്ങനെയാണ് പറയുന്നല്ലയോ, യഹോശാഫാത്ത് രാജാവേ, നീ കേൾക്കുക,
യഹൂദയും യെരൂശലേമും യഹോശാഫാത്ത് രാജാവും ആയുള്ളവരെ നിങ്ങൾ കേൾക്കുക. ദിസ് ഈസ് വാട്ട് ദ ലോർഡ് സേസ് അൺടു യു. ഇതാണ് ദൈവം, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് പറയുന്നത്. ആ കാര്യം തന്നെ ഇന്ന് പകൽക്കാലം ഞാൻ നമ്മോട് പറയുവാൻ തക്കോണം ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്നതായ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുശ്രൂഷകന്മാരെ, ഞാൻ അത് നിങ്ങളോട് ആ ദൈവം യഹോശാഫാത്ത് രാജാവിനോട് പറഞ്ഞ കാര്യം പറയട്ടെ. The battle belongs to the Lord. നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടതായ ആവശ്യമില്ല. കാരണം യുദ്ധം യഹോവയ്ക്ക് ഉള്ളതാകുന്നു, അത് നിങ്ങൾക്കുള്ളതല്ല. Because the battle is won on the cross of Calvary. കാൽവറി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി നമ്മുടെ യുദ്ധം ജയിച്ചവനായ നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നു, the battle belongs to the Lord. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ജയിച്ചതായ യുദ്ധത്തിന് വേണ്ടി നീ വീണ്ടും നമ്മൾ എന്തിനു വേണ്ടി അത് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം പോകണം. ആകയാൽ അതിനു വേണ്ടി നാം യുദ്ധം ചെയ്യേണ്ടതായ ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. പറയുന്ന ഇപ്രകാരമാണ്, you shall not need to fight in this battle. നീ ഈ യുദ്ധത്തിൽ യുദ്ധം ചെയ്യേണ്ടതായ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. Set yourself and stand still. നീ നിന്ന് ദൈവം ചെയ്യുവാനിരിക്കുന്നതായ അത്ഭുതങ്ങളെ നീ കണ്ടുകൊള്ളുവാനാണ് യഹോശാഫാത്ത് രാജാവിനോട് ദൈവം പറയുന്നത്. ദൈവം ഇന്ന് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നതായ രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അല്ലയോ യഹൂദയും യെരൂശലേമേ, ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ഭ്രമിച്ചു നോക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. നാളെ ഈ നേരത്ത് നിങ്ങൾക്ക് അവർക്കെതിരായി പോകുക. ദൈവത്തിന് സ്തോത്രം. For the Lord will be with you. ദൈവമായ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. യഹോശാഫാത്ത് രാജാവിനും യഹൂദയ്ക്കും യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവരുടെ ശത്രുക്കളെ സംഹരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം, ഞങ്ങളുടെ സമയം പകൽക്കാലമാണല്ലോ. ഈ പകൽക്കാലത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പ്രതിസന്ധികളിൽ, നിങ്ങളുടെ നിരാശകളിൽ, നിങ്ങളുടെ ഡിസ്കറേജ്മെന്റിൽ, നിങ്ങളുടെ എല്ലാ പ്രതികൂലങ്ങളിലും നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന് ഇന്നും കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളോട് പറഞ്ഞിട്ടില്ല നമുക്ക് പ്രതികൂലങ്ങൾ വരത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഇപ്രകാരം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നമ്മള് നിർമ്മിത കഥകൾ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ദ മിത്സ്. അത് എങ്ങനെയാണെന്ന് അറിയാമോ? ആ മിത്ത് ഇപ്രകാരമാണ്. if you have enough faith, നിങ്ങൾക്ക് അധികം വിശ്വാസം ഉണ്ടെങ്കിൽ you will have a prosperous life. നിങ്ങൾക്ക് വലിയ കട്ടിയായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ ധന്യമായിരിക്കും. God never promised a bed of roses in the Christianity. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ ഞാൻ പറയട്ടെ, സിജി പോലും സൗദി അറേബ്യയിലെ ജോലി ചെയ്തിട്ടുള്ളതായ സിജി പെട്ടെന്ന് കേരളത്തിൽ പോകേണ്ടതായ ആവശ്യം കടന്നു വന്നു. തന്റെ ജീവിതത്തിൽ ഉണ്ടായതായ സാഹചര്യങ്ങളെ കുറിച്ച് സഹോദരിക്ക് പറയുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ ആ സാഹചര്യത്തിലും ദൈവം ശുചിക്ക് കൂട്ടായിരുന്നു. ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളതായ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നാം ആ ചിന്ത മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. നാം മുൻപോട്ട് നോക്കണം. എന്താണെന്നറിയാമോ? അത് ഇപ്രകാരമാണ്. കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാര് ഇപ്രകാരം ഒരു ചോദ്യം യേശുക്രിസ്തുവിനോട് ചോദിച്ചു. കർത്താവേ, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം അത് ആരുടെ കുഴപ്പം കൊണ്ടാണ് ഇവൻ കുരുടനായി പറഞ്ഞത് എന്ന് യേശുവിനോട് ചോദിച്ച ഒരു വാക്യം ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഇപ്രകാരമാണ്. അത് അവന്റെ സ്വന്തം പാപം കൊണ്ടാണോ അതോ അവന്റെ അപ്പനമ്മമാരുടെ പാപം കൊണ്ടാണോ എന്നൊക്കെ അവിടെ ചോദിച്ച കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എബ്രായലേഖനം 15-ാം അധ്യായത്തിൽ അനേക വിജയ വീരന്മാരുടെ പട്ടിക നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ആ പട്ടികകൾ ഇപ്രകാരം നമുക്ക് അവിടെ അവിടെ വായിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടില്ലേ? ശിംശോൻ അതിബലവാനായ ഒരുവനായിരുന്നു. വളരെ കായികമായ ബലമുള്ളവനായിരുന്നു. എന്ത് പറ്റി?
പാപത്തിലകപ്പെട്ട് തന്റെ ജീവിതത്തിൽ അനേക പോരായ്മകൾ അവന്റെ ജീവിതത്തിൽ വന്നു. ഒരു ബലമുള്ള കൈ കൊണ്ട് ഫെലിസ്ത്യരെ സംഹരിച്ചവനായ ശിംശോന് അന്തിമ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ഒരു പ്രാവശ്യം കൂടെ എന്റെ ബലം എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. ആ ബലം ദൈവം അവന് കൊടുത്തു. അവന് തൂണിന്റെ held on to the pillar that was standing, that house was standing on, അത് നിന്നതായ പില്ലറിനെ പിടിച്ചിട്ട് അവരോടുകൂടെ മരിക്കട്ടെ എന്ന് പറഞ്ഞത് പിടിച്ചിട്ട് അവരെ താൻ ജീവിച്ചിരുന്ന കാലത്ത് സംഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ അവസാനത്തെ അവന്റെ മരണസമയത്തും നിഗ്രഹിച്ചതായിട്ട് അല്ലെങ്കിൽ നശിപ്പിച്ചതായിട്ട് നമുക്ക് വായിക്കുവാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശിംശോന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നു, പേരായ്മകൾ വന്നു, അവൻ വീണുപോയി. അവന്റെ ജീവിതത്തിൽ പല പ്രാവശ്യം വീണുപോയി. ഒരു പ്രാവശ്യം വീണിട്ടും അവൻ പഠിച്ചില്ല. നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ നാം ഒരു പ്രാവശ്യം വീണിട്ടും നാം പഠിക്കാതെ പിന്നെയും ചെയ്തു. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് ഉപകാരം ചെയ്തു. അവരുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്തപ്പോൾ ദൈവത്തെ വിളിച്ചു. അടുത്ത സമയം അവർ പിന്നെയും ദൈവത്തിൽ നകന്നുപോയി. അവർ പഠിച്ചില്ല. എന്ത് പറ്റി? 10 ഗോത്രങ്ങൾ, ശമരിയ ഗോത്രങ്ങൾ, യെരൂശലേം, യഹൂദ, ഇസ്രായേൽ ഗോത്രം മുഴുവൻ നശിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രവാസത്തിൽ അവരെ കൊണ്ടുപോയിട്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞു. യഹൂദ ഗോത്രം മാത്രം നിന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് മനസ്സിലാക്കാൻ തിരുവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവിടെ 11-ാമത്തെ അധ്യായത്തിൽ അനേക കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടല്ലോ. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്നതായ കാവരെ കുറിച്ച് പറയുമ്പോൾ യെശയ്യാവിന് എന്ത് സംഭവിച്ചു? ഈർച്ചവാളാൽ അറക്കപ്പെട്ടു എന്നാണ് ഹിസ്റ്ററി പറയുന്നത്. തന്റെ വിശ്വാസത്തിൽ നിന്ന് താൻ പുറകോട്ട് പോയോ? ഇല്ല, വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയില്ല. ദൈവത്തിന് സ്തോത്രം. പത്രോസിനെ തലകീഴായിട്ട് ക്രൂശിച്ചു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൽ നിന്ന് ദൈവത്തെ തള്ളി പറഞ്ഞു. എങ്കിലും നീ തിരിഞ്ഞു വരുമ്പോൾ നിന്റെ സഹോദരന്മാരെ വീണ്ടും ചേർത്തുകൊള്ളുക. ഒരു പ്രസംഗത്തിൽ 3000 പേരെ മാനസാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം പത്രോസിനെ ഉപയോഗിച്ചില്ലേ? പോരായ്മകൾ ജീവിതത്തിൽ വന്നേക്കാം, തകർച്ചകൾ വന്നേക്കാം, ശത്രു നിങ്ങൾക്കെതിരെ എഴുത്തെഴുതി നിങ്ങളെ തളർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു വന്നേക്കാം. എന്നാൽ അവിടെയും ദൈവം നിങ്ങളോട് കൂടെയിരുന്നു, നിങ്ങളെ വഴി നടത്തുവാൻ തക്കവണ്ണം ശക്തനെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ഉറക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങളെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിച്ചതായ 1-2 വേദഭാഗ്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. എസ്രാ ശാസ്ത്രി യഹൂദ പ്രവാസത്തിൽ നിന്ന് വന്ന് യെരൂശലേം ദേവാലയം പണിയുന്നതിന് തുടങ്ങിയപ്പോൾ തനിക്ക് പ്രതികൂലമുണ്ടായില്ലേ? തനിക്ക് ദൈവത്തിന് എസ്രാ ശാസ്ത്രി പറയുന്ന ഇങ്ങനെയാണ്: ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട്, ദൈവത്തിന് സ്തോത്രം, അവർ എഴുത്തെഴുതി അയച്ചു എങ്കിൽ തന്നെയും ആ പ്രതികൂലങ്ങളിലും ദൈവത്തിന് സ്തോത്രം യെരൂശലേമിന്റെ പണി അവിടെ നടത്തുവാൻ തക്കവണ്ണം എസ്രാ ശാസ്ത്രിക്ക് കഴിഞ്ഞു. നെഹമ്യാവ് അർത്ഥശിഷ്ട രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്ന പാനപാത്രവാഹകനായിരുന്ന നെഹമ്യാവ് ദൈവത്തിന് സ്തോത്രം ഒരു പകൽക്കാലം ഇപ്രകാരം പറഞ്ഞു: എന്റെ മുഖം വാടി, എന്തുകൊണ്ട് യെരൂശലേമിന്റെ മതിലുകൾ തീവച്ചും ചുറ്റും കിടക്കുന്നുവെന്ന് ഞാൻ ഓർത്തപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. ദൈവസന്നിധിയിൽ തന്നെത്താൻ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു കരഞ്ഞു. പിറ്റേ ദിവസം അർത്ഥശിഷ്ട രാജാവിന്റെ സന്നിധിയിൽ കടന്നു ചെന്നപ്പോൾ രാജാവ് നെഹമ്യാവിനോട് ചോദിച്ചു, നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ത് എന്ന് ചോദിച്ചപ്പോൾ നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അർത്ഥശിഷ്ട രാജാവിനോട് പറഞ്ഞതായ കാര്യം നമുക്കറിയാം, നാം വായിച്ചു കേട്ടിട്ടുണ്ടല്ലോ. നെഹമ്യാവിന്റെ ജീവിതത്തിൽ he was a great leader. വളരെ നല്ല ഒരു ലീഡർ ആയിരുന്നു നെഹമ്യാവ്. നെഹമ്യാവിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളില്ലായിരുന്നു. സഹോദരനായ സൻബല്ലത്തും ദാസനായ തോബിയാവും നെഹമ്യാവിനെതിരെ പ്രതികൂലങ്ങൾ കൊണ്ടുവന്നില്ലേ? ഇവരൊക്കെ രാജാവിന് അവർ എഴുത്തയച്ചു. എന്ത്, ഇങ്ങനെ ഒരു ജാതി അക്കരെ ഇവിടെ വന്ന് നദിക്ക് ഇക്കരെ വന്നിട്ട് ഇത് യെരൂശലേമിന്റെ മതിലുകൾ പണിയുന്നു, അവരിത് പണിത് തീർത്താൽ നിങ്ങൾക്ക് കരം തരത്തില്ല, അതുകൊണ്ട് രാജാവ് ഒന്ന് പോയി അന്വേഷിക്കണം. ഇവര് എന്താണ് ഈ ജാതി എന്ന് പറയുന്നത്? ഇവര് മറ്റുള്ളവരെ അനുസരിക്കാത്തവരും കീഴ്പ്പെടാത്തവരും ഒക്കെ ആണ് എന്നൊക്കെ റിബല്യസ് പീപ്പിൾ എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രാജാവ് ഒന്ന് അന്വേഷിക്കണം. രാജാവ് കൽപ്പന കൊടുത്തിട്ടുണ്ടോ? കോരേശിനോട് കൽപ്പന കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ രാജാവ് ആദ്യം പറഞ്ഞു, ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ അവർ റിബല്യസ് ആൾക്കാരെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നവര് നിങ്ങൾ ആ പണിയൊക്കെ നിർത്തിവെക്കണമെന്ന് അവര് ഈ ദേശാധിപതിക്കും അവിടെയുള്ള തോബിയാവിനും സൻബല്ലത്തിനും ഒക്കെ എഴുതി. എന്നാൽ
പിന്നെ നെഹമ്യാവ് അതുകൊണ്ട് ചുരുട്ടുക നമ്മുടെ കെട്ടി പറയുന്ന പോലെ കാര്യം കെട്ടി എന്നാ ഇനി പോട്ടെ, എല്ലാം പ്രതികൂലമായി, ഞാൻ ആഗ്രഹിച്ചല്ലോ, പണിയാൻ ആഗ്രഹിച്ചു, എനിക്ക് പ്രതികൂലം, ഒരുപക്ഷെ അത് ദൈവഹിതമല്ല എന്ന് പറഞ്ഞ് എല്ലാം കെട്ടിപ്പിറക്കി. നെഹമ്യാവ് പോയോ? നെഹമ്യാവ് പറഞ്ഞു, ഇല്ല, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ അവന്റെ കൈ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് അർത്ഥശ്രേഷ്ഠ രാജാവ് അവന്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ച് എനിക്ക് എഴുത്തു തന്ന് നദിക്കക്കരയുള്ള ദേശാധിപതിമാർക്ക് എടുത്തു കൊടുത്തയച്ച് എനിക്ക് ആവശ്യമാർന്ന മരവും അതിനാവശ്യമാർന്ന പണിക്കുള്ളതായ റിസോഴ്സസും എല്ലാം നൽകി തരുവാൻ തക്കവണ്ണം എഴുത്തയച്ചതായ രാജാവിന്റെ ഹൃദയത്തിൽ, പാർശ്യ രാജാവായ ഈ അർത്ഥശ്രേഷ്ഠ രാജാവിന്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു എങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഇന്ന് ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്റെ ദാസന്മാരാകുന്നതായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്നാണ് നെഹമ്യാവ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഇവര് പിന്നെയും എഴുത്തയച്ചു. അയ്യോ, അത് ഒന്നുകൂടെ നോക്കണം. ആ ക്രോണിക്കൽസ് അവിടെ ദിനവൃത്താന്തത്തിലെങ്ങാണ് എവിടെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു. രാജാവ് പോയി നോക്കി, അത് കണ്ടു കാണുവാൻ തക്കോണം ഇടയായി തീർന്നു. എന്ത്? കോരേശ് രാജാവ് അവർ കൽപ്പന കൊടുത്തു, രാജ സന്നിധിയിൽ നിന്ന്, രാജാവിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് ആവശ്യമാർന്നതായ റിസോഴ്സസും എല്ലാ കാര്യങ്ങളും ഇവർക്ക് അവിടെ ദേവാലയം പണിക്ക് കൊടുക്കണം എന്നുള്ളതായ കാര്യം അവിടെ എഴുതി വെച്ചിരിക്കുന്നതായ കാര്യം രാജാവ് കണ്ടിട്ട് ഇക്കരെ നദിക്കിക്കരയുള്ളതായ ദേശാധിപതിമാർക്കും ഈ ഹോരോന്യനായ സൻബല്ലത്തിനും ദാസനായ തോബിയാവിനും എഴുതി അയച്ചു. ആ കാര്യം ശരി തന്നെ, രാജാവ് കൽപ്പന കൊടുത്തതാണ്, അവരുടെ കാര്യത്തിൽ ഇടപെടരുത്, അവരെ തടസ്സപ്പെടുത്തരുത് എന്ന് രാജാവ് കൽപ്പന കൊടുത്തു. പക്ഷെ രാജാവിന്റെ ആ മാറ്റമില്ലാത്തതായ രാജകൽപ്പനയെ മാറ്റി എഴുതിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നമുക്ക് സുഖം തരികയില്ല, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബലഹീനതയിൽ നമുക്ക് ബലം ഉണ്ടാകുകയില്ല, നമ്മുടെ രോഗത്തിന് നമുക്ക് സൗഖ്യം ലഭിക്കുകയില്ല, നമ്മുടെ നിരാശയിൽ നിന്നാം മേൽപോട്ട് കയറുകയില്ല എന്നൊക്കെയും ശത്രു ഒരുപക്ഷെ നമ്മോട് പറഞ്ഞേക്കാം. എന്നാൽ നാം പറയണം, ഇല്ല, എന്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നു, എന്റെ കൃപ നിനക്ക് മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിപ്രകാരം ഒരു കാര്യം കൂടെ അതിനകത്ത് ഇപ്രകാരം കൂടെ ഞാൻ പറയുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫെയ്ത്ത് ഒക്കെ ഉള്ളപ്പോൾ ഈ താഴെയുള്ളതായ ഒഴുക്കുചാട്ടത്തിന്റെ അതിൽ കൂടെ മുൻപോട്ട് കവിഞ്ഞു പോകുവാൻ തക്കുള്ളതായ ഒരു ബ്രിഡ്ജ് അല്ല, ഒരു പാലമല്ല നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. പിന്നെയോ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? അതിനെ എൻഡ്യൂർ ചെയ്യുവാൻ തക്കോണം, അതിനെ മറികടക്കുവാൻ തക്കോണം, അതിൽ കൂടി കടന്നു പോകുവാൻ തക്കോണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നില്ലേ, നദി നിന്മേൽ കവികയില്ല. ദൈവത്തിന് സ്തോത്രം. നീ തീയിൽ കൂടി നടക്കേണ്ടതായ അവസ്ഥ വന്നാലും തീ നിന്നെ ദഹിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പഠനം ഇത് പകൽക്കാലം ഒന്ന് ഓർത്തു നോക്കുക. അതുകൊണ്ട് ശത്രു എന്റെ ജീവിതത്തിൽ സംശയങ്ങൾ കൊണ്ടുവരുമ്പോൾ സംശയ വിചാരങ്ങളെ അത് നമ്മളെ താറ്റിക്കളയുവാൻ ഇടവരാതെ വണ്ണം വി ഹാവ് ടു ഓവർകം. അതിന്മേൽ നാം ജയം പ്രാപിപ്പാൻ തക്കോണം ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. എന്റെ വൈഫ് ലീലാമ്മയ്ക്ക് ഇഷ്ടമുള്ളതായ ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഇപ്രകാരമാണ്, ഞങ്ങൾ ഇംഗ്ലീഷിലൊക്കെ പാടുന്ന ഒരു പാട്ടാണ്. ഷീ എൻജോയ്സ് ദാറ്റ് സോങ്. ഞാനും വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു സോങ് ആണ്. ഐ ആം നോ ലോnger a slave to fear. ഞാൻ ഭയത്തിന് ഒരു അടിമയല്ല ഇനിമേൽ. കാരണം എന്തെന്നറിയാമോ? I am a child of God. ഞാൻ ഒരു ദൈവ പൈതൽ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. because I am a child of God, ഞാൻ ഒരു ദൈവ പൈതലാകുന്നത് കൊണ്ട് ഞാൻ I am no longer a slave to fear. ഭയത്തിന് ഞാൻ ഇനി അടിമയല്ല. ഭയത്തിന് എന്നെ അടിമയാക്കുവാൻ തക്കോണം കഴിയുകയില്ല. I can overcome the fear. അത് പ്രകാരം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ വായിച്ചത് ഒരു കാര്യം ഇപ്രകാരം ഓർക്കുന്നുണ്ട്. ഒരു സഹോദരനെ ഒരു ശുശ്രൂഷകന്റെ അടുത്ത് എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് വളരെ ഭയമുണ്ട് എന്ന് പറഞ്ഞു. അതിന് മുൻപേ പറഞ്ഞതായ കാര്യം, അതിന് മുൻപ് അദ്ദേഹം ഇപ്രകാരം ചെയ്തു. ഒരു സൈക്കോളജിസ്റ്റിന്, ഞങ്ങളെ പോലുള്ളതായ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാരെ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ വന്നിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ വലിയ ഭയമുണ്ട്, എനിക്കതൊന്ന് ഭയമൊക്കെ മാറ്റിത്തരണമെന്ന് പറഞ്ഞു. സൈക്കോളജിസ്റ്റ് പറഞ്ഞു, ഞാൻ ട്രൈ ചെയ്യാം, ഞങ്ങൾ പറയുന്ന പോലെ പറഞ്ഞു ചെയ്യാം. അവൻ ചോദിച്ചു, അതിന് എനിക്ക് എന്നെ എന്തോ ചാർജ് എന്ന് ചോദിച്ചു.
അവൻ പറഞ്ഞു ഒരു സെഷൻ, ഞങ്ങൾ സാധാരണ 30 മിനിറ്റ് കൂടുതൽ ഒരു സെഷൻ എടുക്കത്തില്ല, 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ആയിക്കോട്ടെ, 1 മണിക്കൂറിന് $150 ഒന്ന് കണക്കൊന്ന് മുട്ടി നോക്കിയാട്ടെ, 8 times 150, പിന്നെ ഏതാണ്ട് 12,000 rupees എങ്ങാണ്ട് അല്ലെ, 1 മണിക്കൂറിന് 12,000 rupees അത് എന്റെ ഫീസ് ആണെന്ന് പറഞ്ഞു. അത് എത്ര പ്രാവശ്യം വരണം? ആഴ്ചയെ 3 പ്രാവശ്യം വരണം. അത് 6 മാസം വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് കണക്കൂട്ടി നോക്കട്ടെ, ചിന്തിച്ചു നോക്കട്ടെ, പിന്നെ വരാമെന്ന് പറഞ്ഞു. അന്ന് സൈക്കോളജിസ്റ്റിന്റെ അടുത്തുനിന്ന് അങ്ങ് പോയി. അദ്ദേഹം ഒരു ശുശ്രൂഷകന്റെ പ്രസംഗത്തിന് അവിടെ പോയി ശുശ്രൂഷകനോട് പറഞ്ഞു. ആ ശുശ്രൂഷകന് അവിടെ നിന്ന് പ്രസംഗം കേട്ടപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം $10 അവിടെ പിന്നെ അദ്ദേഹത്തിന് അവിടെ സ്തോത്ര കാഴ്ച ഇട്ടു. ഈ പാസ്റ്ററോട് എന്ന് പറഞ്ഞപ്പം പാസ്റ്റർ പറഞ്ഞു ആ കട്ടിലിന്റെ 4 കാലും അങ്ങ് മുറിച്ച് കളയാൻ പറഞ്ഞു. വീട്ടിൽ ചെന്ന് മുറിച്ച് കളഞ്ഞേച്ച് തിരിച്ചു വന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞ്, പാസ്റ്ററെ ഇനി അവിടെ യാതൊരു പേടിയില്ല, കാരണം ആ കട്ടിലിന്റെ അടിയിൽ ഇനി ആരും അവിടെ പാർക്കുന്നില്ല, അതുകൊണ്ട് ഇനി എനിക്കൊരു പേടിയില്ലെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ പ്രാവശ്യം അതിനുശേഷം ഈ സൈക്കോളജിസ്റ്റ് അദ്ദേഹം ഷോപ്പിങ്ങിന് പോയ സമയത്ത് സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തെ കണ്ടു ചോദിച്ചു, ഒന്ന് പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നില്ലല്ലോ, എന്ത് പറ്റി, അതൊക്കെ ശരിയായോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഞാൻ $10 കൊടുത്തപ്പോഴേ എന്നെ ഒരു പാസ്റ്റർ എന്നെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞു. അപ്പൊ സൈക്കോളജിസ്റ്റിന് ഒരു ആകാംക്ഷ, എങ്ങനെ ഒരു പാസ്റ്റർ നിങ്ങളെ സൗഖ്യമാക്കി? അവൻ പറഞ്ഞു ഞാൻ $10 അദ്ദേഹത്തിന് സ്വത്രാഴ്ച കൊടുത്തു. അദ്ദേഹം പറഞ്ഞു എന്റെ കട്ടിലിന്റെ 4 കാര്യം പിന്നെ അറുത്ത് കളയാൻ പറഞ്ഞു, അതിന്റെ അടിയിൽ ഇനി അവിടെ ആരും ഇരിക്കത്തില്ല. അപ്പൊ കട്ടില് താഴെ കഴിഞ്ഞപ്പം കട്ടില് പൊങ്ങിയിരുന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു അതിന്റെ അടിയിലൊക്കെ ആരെങ്കിലും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഭയം. കട്ടിലിന്റെ കാലുകളൊക്കെ അറുത്ത് കളഞ്ഞപ്പോൾ അവിടെ വേറെ ആരുമില്ല, കാരണം അത് തറയിൽ തന്നെ ഉറച്ചിരിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ളതായ ഭയം നാം മാറ്റിക്കളയുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്താണ് യഹോശാഫാത്ത് രാജാവിനോടും യഹൂദയോടും യെരൂശലേമിനോടും പറഞ്ഞു, അല്ലയോ നിങ്ങൾ ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല, ദൈവത്തിന് സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, ഈ കാര്യം എനിക്ക് സമയം I think it's only 10 more minutes or something like that. ഇപ്രകാരം ഒരു കാര്യം ഞാൻ പറയട്ടെ. ദൈവം ചില സംഗതികൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തിനാ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ടിടുന്നത്? ദൈവം അത് പൂർണ്ണമായി തീർത്തു. ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെന്റൻസിന്റെ അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ആ സെന്റൻസ് പൂർത്തീകരിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം പിന്നെ ദൈവം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, പിന്നെ ദൈവമേ പിന്നെ ഒരു ചോദ്യം കൂടെ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. സോ ദൈവം ഫുൾ സ്റ്റോപ്പ് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ don't go over there and ask any question mark. അവിടെ പിന്നെ നാം ഒരു ചോദ്യം ഇടുവാൻ തക്കോണം ഇടയായി തീരരുത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഡിസ്കറേജ്മെന്റ് വരുമ്പോൾ, സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ഡിസ്കറേജ്മെന്റ് കൊണ്ടുവരുമ്പോൾ നാം അവിടെ ചോദ്യചിഹ്നങ്ങളൊന്നും ഇട്ടിട്ട് ദൈവത്തോട് പിന്നെ മറുതലിക്കുവാൻ ഇടവരാതെ വേണം. ദൈവത്തിന് സ്തോത്രം. നാം ആ ഫുൾ സ്റ്റോപ്പിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് നമുക്ക് ഇടയായി തീരണം. യേശുവിന്റെ അടുക്കൽ വന്ന ഒരുത്തനോട് ചോദിച്ചപ്പോ പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. യേശു പറഞ്ഞ എന്താണ്? എനിക്ക് മനസ്സുണ്ട്, പക്ഷെ ചോദ്യമല്ല നിനക്ക് സൗഖ്യമാകുവാൻ തക്കവണ്ണം മനസ്സുണ്ടോ എന്നാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സുണ്ടോ? അതാണ് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇപ്രകാരം ഒരു കാര്യം ചോദിക്കാം. വീട് പോയത് അനേകരില്ലേ? ദാവീദിന്റെ സുഖകാലത്ത്, ദൈവത്തെ പൂർണ്ണമായി പിൻപറ്റിയതായ കാലത്ത് ദാവീദ് പോയിടത്തെല്ലാം ദാവീദിന് ജയം ലഭിച്ചു, ഇല്ലേ? മല്ലനാം ഗോലിയാത്തിന്റെ മേൽ ജയം ലഭിച്ചു. തുടർന്ന് ഫെലിസ്ത്യരുടെ മേൽ ദാവീദിന് ജയം ലഭിച്ചു. പോയിടത്തെല്ലാം ദാവീദിന് ജയം നൽകി. എന്നാൽ ബത്ശേബയുമായുള്ളതായ ആ കാര്യത്തില് ദൈവത്തിന് സ്തോത്രം എന്ത് സംഭവിച്ചു എന്ന് നോക്കുക. ദാവീദ് വീഴുവാൻ തക്കോണം ഇടയായി തീർന്നപ്പോൾ അതിനുശേഷം ദാവീദിന് തോൽവി ലഭിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തോൽവി ലഭിക്കുവാൻ തക്കോണം ഇടയാകാതെ ദൈവസ്നേഹത്തിൽ നാം നിൽക്കുവാൻ തക്കോണം ഇടയായി തീരട്ടെ. നാം എപ്പോഴും കാര്യങ്ങളൊക്കെ നന്നായി പോകുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരത്തില്ല എന്ന് വന്നേക്കാം. എന്നാൽ ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ആ ചോദ്യം വരുമോ എന്നുള്ളതല്ല, എപ്പോൾ വരും എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമോ? അതിനാവശ്യമാർന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ദൈവത്തിന്റെ പ്രവാചകനായ മോശയുടെ ജീവിതത്തിൽ ഡിസ്കറേജ്മെന്റ് വന്നില്ലേ?
ദൈവത്തിന് സ്തോത്രം. നോക്കുക, ഫറവോനോട് ചെന്ന് പറഞ്ഞു, ദൈവം പറഞ്ഞു പോയി പറയാൻ പറഞ്ഞു. ദൈവത്തിനോട് പല പ്രാവശ്യം എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞു, നീ പോകാൻ പറഞ്ഞു, നിന്റെ സഹോദരനായ അഹരോൻ നിനക്ക് വേണ്ടി സംസാരിക്കും. അവിടെ ചെന്ന് ഫറവോനോട് പറഞ്ഞു, വിട്ടില്ല. തിരിച്ചു വന്നപ്പോ എന്താ പറഞ്ഞു, ഞങ്ങളെ വലയ്ക്കാനാന്നോ നീ വന്നിരിക്കുന്ന? ഇസ്രായേൽ മക്കൾ പോലും മോശയോട് ചോദിച്ചു. മോശ നിരാശപ്പെട്ടോ? ഇല്ല. മരുഭൂമിയുടെ അവസ്ഥ വന്നു, ചെങ്കടലിന്റെ മുൻപിൽ വന്നു. എങ്ങോട്ട് പോകും? പുറകോട്ട് പോയാൽ ഫറവോന്റെ സൈന്യം, മുൻപോട്ട് പോയാൽ ചെങ്കടല്. എങ്ങോട്ട് പോകും എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നു, ഇന്ന് നിങ്ങളുടെ സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് സീ ദ സാൽവേഷൻ ഓഫ് ഗാഡ്. ഇന്ന് നിന്ന് ദൈവത്തിന്റെ രക്ഷ കണ്ടുകൊള്ളുക. മോശ നിരാശപ്പെട്ടില്ല. മരുഭൂമി ഇസ്രായേൽ ജനം തനിക്കെതിരെ സംസാരിച്ചപ്പോൾ, തന്റെ സ്വന്തം സഹോദരൻ തനിക്കെതിരെ സംസാരിച്ചപ്പോൾ, മറുപടി നിന്നെ കൂടി മാത്രമേ ദൈവം അരുളി ചെയ്തിട്ടില്ലയോ എന്നൊക്കെയും ചോദിച്ചപ്പോഴും അവിടെയും മോശ നിരാശപ്പെട്ടില്ല. ഡിസ്കറേജ് ജീവിതത്തിൽ വന്നു എങ്കിൽ തന്നെയും ദൈവത്തിന് സ്തോത്രം, ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ വലിയവനാക്കുമെന്ന് പറഞ്ഞവനായ ദൈവം മോശയെ പോലെ ഒരു പ്രവാചകനുമില്ല എന്ന് പറയുവാൻ തക്കോണം ഇടയായി നമുക്ക് വായിച്ചിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ യോശുവേ ഞാനും നിന്നോട് കൂടെ ഇരിക്കുമെന്ന് യോശുവയോട് പറഞ്ഞില്ലേ? യോശുവയുടെ ജീവിതത്തിൽ എത്ര യുദ്ധങ്ങൾ ചെയ്യണമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹായ് പട്ടണക്കാരോട് തോറ്റോടിയില്ലേ? എന്നിരുന്നാലും യോശുവ അവിടെയും ധൈര്യം വിടാതെ ദൈവത്തിൽ പൂർണ്ണമായി പിന്നെയും ആശ്രയിച്ചു. ഇസ്രായേൽ മക്കളെ കനാൻ നാട്ടിൽ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദാസനായ യോശുവയ്ക്ക് കഴിഞ്ഞു എങ്കിൽ ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്നതായ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുശ്രൂഷകന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ നിങ്ങൾക്കെതിരെ പലരും പറഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വന്നിട്ടില്ലേ? സഹോദരന്മാർ നിങ്ങൾക്കെതിരെ പലതും പറഞ്ഞിട്ടില്ലേ? മറ്റ് ശുശ്രൂഷകന്മാർ നിങ്ങൾക്കെതിരെ പലരും പറഞ്ഞിട്ടില്ലേ? അവിടെയും നിങ്ങളെ നിലനിർത്തിയത് ആര്? ദൈവത്തിന്റെ കൃപയൊന്നു മാത്രം ഇന്ന് ഓർത്തുകൊള്ളുവാൻ തക്കോണം ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. യോശുവയോട് കൂടെ ഇരുന്നവൻ, മോശയോട് കൂടെ ഇരുന്നവൻ, ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തവൻ. അവിടെ ദാനിയേൽ പറഞ്ഞ എന്താണ്? അല്ലയോ രാജാവേ, തിരുമേനി ദീർഘായുസ്സായി ഇരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്റെ സ്വർഗത്തിലെ ദൈവം, ഞാൻ സേവിക്കുന്നവനായ എന്റെ ദൈവം, ദൈവത്തിന് സ്തോത്രം, തന്റെ കൈകൊണ്ട് അസിംഹങ്ങളുടെ വായെ അടച്ച് എന്നെ കാത്തു സൂക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും പ്രകാരം പറയാറുണ്ട്, ദാരിയാവേശ് രാജാവ് ഒരു ഫൂളായിരുന്നു എന്നൊരു പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? സിംഹത്തിന്റെ കുഴിയിലിട്ടതായ ദാരിയാവേശ് രാത്രി ഉറക്കം വരാതെ ഉറക്കം കെടുത്തിയിട്ട് അതിരാവിലെ എഴുന്നേറ്റിട്ട് സിംഹത്തിന്റെ ഗുഹയുടെ വാതിൽ നിന്ന് വന്ന് ചോദിക്കുകയാണ്, അല്ലയോ ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, ദൈവത്തിന് സ്തോത്രം, സിംഹങ്ങളുടെ വായിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവം പ്രാപ്തനായോ എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, അല്ലയോ രാജാവേ, അങ്ങ് ദീർഘായുസ്സായി ഇരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. യെസ്, നമുക്ക് പലപ്പോഴും നമുക്ക് പറയാനുള്ളത് ഞാൻ പറയുമ്പോൾ ഇപ്രകാരം ഓർക്കാണ്. ഒരു പക്ഷേ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല. ഇന്ന് പകൽക്കാലം ഹെയ്റ്റിയിൽ മിഷണറി ആയിട്ടിരിക്കുന്നതായ 2 ചെറുപ്പക്കാരായിരിക്കുന്ന ഹസ്ബൻഡിനെയും വൈഫിനെയും ഹെയ്റ്റിയിലുള്ളതായ അവരെ സുവിശേഷ വിരോധികൾ ഇന്ന് കൊല്ലുവാൻ തക്കോണം ഇടയായി തീർന്നു. അവർക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? വിശ്വാസം ഉണ്ടായിരുന്നാലും അവരുടെ വിശ്വാസത്തിൽ അവരെ കൊല്ലപ്പെടുവാൻ തക്കോണം ഇടയായി തീർന്നു. ഒഡീഷയുടെ ഓസ്ട്രേലിയയിൽ നിന്ന് കടന്നു വന്നതായ ആ മിഷണറിയില്ലേ, ഗ്രാം സ്റ്റെയിൻസ് എന്ന് പറയുന്നതായ മിഷണറിയില്ലേ, തനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്നതായ തന്നെയും തന്റെ മകനെയും ചുട്ട് കരിച്ചതായ ഒരു ജനത്തിന്റെ മധ്യത്തിലല്ലേ ഭാരതീയ ജനത വസിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. അവർക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? എന്നാൽ നമുക്ക് വിശ്വാസമുണ്ട് എങ്കിലും അതിലും നാം പരാജയപ്പെട്ടു എന്ന് വന്നേക്കാം. അങ്ങനെ വരുമ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ തളർന്നു പോകാതെ നാം മുൻപോട്ട് പോകുവാൻ തക്കോണം ഇടയായി തീരണം. നെഹമ്യാവിനോട് നിൽക്കത്തില്ല, നീ ഇവിടെ ചെയ്ത് എന്താണ്? വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. എന്നാൽ എന്ത് ചെയ്തു നെഹമ്യാവ്? ഹി ഡിനൈഡ്. അത് പൂർണ്ണമായി
പോയി അത് ഡിനൈ ചെയ്തു. നെഹമ്യാവ് പറയുന്നത് സ്വന്തമായിട്ട് പറഞ്ഞേക്കാം, ദാറ്റ് ഈസ് നോട്ട് ട്രൂ, അത് ശരിയല്ല. കാരണം എന്നോട് പറഞ്ഞത് ആര്? സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞു. സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, എനിക്ക് കാര്യം സാധിക്കുവാൻ തക്കോണം ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അത് തന്നെയല്ല, ആ ബ്ലെയിം ഒക്കെയും he put it in the proper place. നാം ബ്ലെയിംസ് ഒക്കെയും അതിന്റെ പ്രോപ്പർ പ്ലേസിൽ നമുക്ക് ഇടുവാൻ തക്കോണം ഇടയായിത്തീരണം. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായിട്ട് നെഹമ്യാവ് ചെയ്തത് he took it to God. ദൈവത്തോട് ആ കാര്യം സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും റൂമർ എന്ന് പറയുന്നതായ കാര്യങ്ങൾ കേട്ടുണ്ടായിരിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ, റൂമർ, വാസ്തവ സ്ഥിതിയല്ലാത്തതായ കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പറയുക. ഒരു ശുശ്രൂഷകരെ കുറിച്ച് ഒരാള് ഒരുപാട് റൂമർ പറഞ്ഞു, വളരെയധികം പ്രയാസങ്ങൾ വരുത്തി. ആ സഹോദരി അല്ലെങ്കിൽ ആ വ്യക്തി ഈ റൂമറൊക്കെയും പരത്തി ആ ശുശ്രൂഷകന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. അവസാനം ആ സഹോദരിക്ക് സുഖമില്ലാതെ വന്നപ്പോൾ, സൗഖ്യമില്ലാതെ വന്നപ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് ആ ശുശ്രൂഷകരെ വിളിച്ചു. ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നിട്ട് ശുശ്രൂഷകൻ ഈ ആളിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഒരു ബാസ്ക്കറ്റ് നിറയെ ഫെദർ, തൂവൽ നിറച്ചിട്ട് നിങ്ങൾ പോയി ആ സിറ്റിയിലെല്ലാം പോയി ഈ തൂവൽ ഓരോ സ്ഥലത്തും കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞു. അപ്പം ഈ സഹോദരിക്ക് എന്താണെന്ന് അറിയത്തില്ല. സഹോദരി അതുപോലെ ഒരു ബാസ്ക്കറ്റ് നിറച്ച് തൂവൽ കൊണ്ട് എല്ലാം നിറച്ചിട്ട്, ബാസ്ക്കറ്റ് തൂവൽ കൊണ്ട് നിറച്ചിട്ട് സിറ്റിയിലെല്ലാം കൊണ്ടുപോയി തൂവൽ കൊണ്ട് എല്ലായിടത്തും നിറച്ചിട്ട് മടങ്ങി വന്നിട്ട് ഈ ശുശ്രൂഷകനോട് പറഞ്ഞു, പിന്നെ പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ തൂവൽ എല്ലായിടത്തും കൊണ്ട് വെച്ചു എന്നിട്ട് പറഞ്ഞു. എന്നിട്ട് ഈ സഹോദരിയോട് പാസ്റ്റർ പറഞ്ഞു, നീ രണ്ടാമത് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, ആ തൂവലെല്ലാം പോയി പിറക്കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ സഹോദരി പറഞ്ഞു, ആ വ്യക്തി പറഞ്ഞു, അയ്യോ പാസ്റ്ററെ, ആ തൂവൽ ഇതെല്ലാം എന്ത് ചെയ്തു? ഈ കാറ്റടിച്ച തൂവലെല്ലാം പറന്നുപോയി. ഞാനെങ്ങനെ ഇനി അത് പോയി പിറക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഇതുപോലെയാണ് ഒരു റൂമർ. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ നാം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത് കാട്ടുതീ പോലെ പലരുവാൻ തക്കോണം ഇടയായിത്തീരും. അത് നമുക്കത് പലയിടത്ത് പോയി കഴിഞ്ഞാൽ അതിനെ മാറ്റുവാൻ തക്കോണം കഴിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ വായ് നാം എപ്പോഴും നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിപ്പാൻ തക്കോണം നമുക്കിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. അത് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നെഹമ്യാവിന് എത്ര എഴുത്തെഴുതി, ആ എഴുത്തൊന്നും വിലപ്പോയില്ല. രാജാവ് തന്നെ വീണ്ടും എഴുത്തെഴുതി അയച്ചു, അവരുടെ കാര്യത്തിൽ ഇടപെടുന്നേ. ദൈവത്തിന് സ്തോത്രം. നാം എല്ലാവരും ക്രിസ്തുവിൽ ഓവർകമേഴ്സ് ആണ്. ക്രിസ്തുവിൽ നാം എല്ലാവരും ഓവർകം ചെയ്യണം. അതെന്താണ്? യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്. ദൈവത്തിന് സ്തോത്രം. നാം ദൈവമക്കളാകുന്നു. അപ്പോസ്തലനായ പൗലോസിന് കപ്പൽ ഛേദത്തിലാകപ്പെട്ട് റോമിലേക്ക് പോകുന്നതായ വഴിയിൽ കപ്പൽ ഛേദത്തിലാകപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ വാക്കിനേക്കാൾ മാരുമിയുടെയും കപ്പൽ ഉടമസ്ഥന്റെ ഒക്കെ വാക്കുകള് അവര് കേട്ടു. എന്നാൽ പൗലോസിനോട് ദൈവം പറഞ്ഞു, പൗലോസേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെയും നിന്നോട് കൂടെയുള്ളവരെയും നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. നീ കൈസരുടെ മുൻപാകെ നിൽക്കേണ്ടവനാകുന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസിന് ആ ഒരൊറ്റ വാക്ക് മാത്രം മതിയായിരുന്നു. എന്റെ ദൈവം എന്നോട് കൽപ്പിച്ചു, ഞാൻ കൈസരുടെ മുൻപാകെ നിൽക്കേണ്ടവനാണ്. കപ്പൽ ഛേദത്തിലാകപ്പെട്ടെന്ന് വന്നേക്കാം. മറ്റുള്ളവർ എൻ്റെ വാക്കൊരു പക്ഷേ കേട്ടില്ല എന്ന് വന്നേക്കാം. നാം മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ എൻ്റെ വാക്ക് അവർ ശ്രദ്ധിച്ചില്ല, അവരെൻ്റെ വാക്കിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഓൾട്ടർ കോളിനെ വിളിച്ചപ്പോൾ അവർ ഓൾട്ടർ കോളിനേക്ക് വന്നില്ല, അവരുടെ ജീവിതം സമർപ്പിച്ചില്ല. എനിക്ക് ഒരാത്മാവിനെയും കിട്ടിയില്ല. നോഹ എത്ര നാൾ പ്രസംഗിച്ചു, ഒരാത്മാവിനെയെങ്കിലും കിട്ടിയോ? ഇല്ല. അതുകൊണ്ട് നാം മടുത്തു പോകും, നിരാശപ്പെട്ടു പോകും. ദൈവം എന്നെ വിളിച്ചിട്ടില്ല, ഇനി എനിക്ക് ശുശ്രൂഷ വേണ്ട. എൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, നിരാശപ്പെട്ടിട്ടുണ്ട്, പല പോരായ്മകൾ വന്നിട്ടുണ്ട്. അപ്പൊക്കെ ഇനിയും ദൈവത്തെ ഇനി എന്നെ കൊണ്ട് ഇത് കഴിയത്തില്ല എന്നൊക്കെയും പറഞ്ഞതായ സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ അവിടെയും താണു പോകാതെ, വീണു പോകാതെ, കൈപിടിച്ച് എന്നെ വഴി നടത്തി. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. എന്താണെന്നറിയുമോ? നമ്മളെ സ്വർഗോന്നതങ്ങളിന്മേൽ വാഹനമേറ്റി നടത്തുവാൻ തക്കോണം കഴിവുള്ളവനാണ് നമ്മോട് കൂടെയുള്ളത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സാഹചര്യങ്ങൾ അഡ്വേഴ്സായിട്ട് വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, അഡ്വേഴ്സിറ്റി വരുമ്പോൾ, തളർന്നു പോയെന്ന് നമ്മൾ ഭയപ്പെടുമ്പോൾ, അത്
തളർന്നു പോകുവാൻ ഇടവരാതെ വേണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് എന്നെ സ്വർഗോന്നതികളിന്മേൽ വാഹനമേറ്റി വഴി നടത്തുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലെ അവസാന വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല, ഒലിവ് മരം ഒലിവ് ഫലം തന്നുവെന്ന് വരികയില്ല. ദൈവത്തിന് സ്തോത്രം. തൊഴുത്തുകളിൽ ഒരു മൃഗം ഉണ്ടായെന്ന് വരികയില്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഞാൻ എന്റെ ദൈവത്തിൽ പുകഴും. ദൈവത്തിന് സ്തോത്രം. ആർക്കെങ്കിലും പെട്ടെന്നുണ്ടെങ്കിൽ ഹബക്കൂക്കിന്റെ 3-ാമത്തെ അധ്യായത്തിലാണ് ആ വാക്യമുള്ളത്. ആ വാക്യം ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് വായിക്കട്ടെ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം. അതിങ്ങനെ ആത്മപക്ഷം കളിക്കയില്ല, മുന്തിരിവള്ളികൾ അനുഭവം ഉണ്ടാകുകയില്ല, ഒരു വൃക്ഷത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ദൈവത്തിന് സ്തോത്രം. എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു. അവൻ എന്റെ കാൽ മാൻപേട കാൽക്ക് തുല്യമാക്കി പോലെ ആക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ നമ്മുടെ കാലുകൾക്ക് ബലമില്ല എന്ന് തോന്നിയേക്കാം, നമ്മുടെ കൈകൾക്ക് ബലമില്ല എന്ന് തോന്നിയേക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കാലുകളെ, നരിയാണികളെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം. മാൻപേട കാൽക്ക് വേഗതയോട് കൂടിയതായ കാലുകളോടുകൂടെ ഓടുവാൻ തക്കവണ്ണം, നമ്മുടെ കാലുകളെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിവുള്ളവനായ ഒരുവനെയാണ് നാം ആശ്രയിച്ചിരിക്കുന്നത്. അവനെയാണ് നാം പിൻപറ്റിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നമ്മുടെ ബലഹീനതകൾ തകർന്നു പോകാതെ, നിരാശകളിൽ തകർന്നു പോകാതെ, അഡ്വേഴ്സിറ്റിയിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ നാം തളർന്നു പോകാതെ, വീണു പോകാതെ, മടുത്തു പോകാതെ, ധൈര്യത്തോടുകൂടി നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അതിനു വേണ്ടി ഒരുക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജീവകിരീടം പ്രാപിപ്പാൻ തക്കോണം നമ്മുടെ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി എനിക്ക് സമയം അനുവദിച്ചതായ ഈ ഓർഗനൈസേഷനും ശരിക്കും അതുപോലെ നടത്തിപ്പുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദിയെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.